ഡോക്ടർ പി വിനോദ് ഭട്ടതിരിപ്പാട് സൈബർ ഫോറൻസിക് വിദഗ്ധരാണ്. പി വിനോദ് ഭട്ടതിരിപ്പാട്, ഞാൻ ഇതേ ചോദ്യം അങ്ങോട്ട് ആവർത്തിക്കുന്നു. എത്രമാത്രം ആഴമേറിയ പ്രതിസന്ധിയാണ് ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു സൈബർ സുരക്ഷാ വിഭാഗത്തിന് തന്നെ വീഴ്ച സംഭവിക്കുക, അത് മൈക്രോസോഫ്റ്റിൻ്റെ മറ്റു ഉപഭോക്താക്കളെ കൂടി മുക്കുക ഒരവസ്ഥയുണ്ടാവുന്നു. ലോകമെമ്പാടും വ്യോമഗതാഗതം താറുമാറാവുന്നു, മാധ്യമ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാനാവുന്നില്ല. ചരിത്രത്തിലാദ്യമായിട്ടാണ് സ്കൈ ന്യൂസ് പോലെയൊരു ന്യൂസ് ഏജൻസിക്ക് ന്യൂസ് സംപ്രേഷണം നിർത്തിവെക്കേണ്ടി വന്നത്. ഓസ്ട്രേലിയയിൽ അടിയന്തരമായിട്ട് സർക്കാർ യോഗം വിളിച്ചു കൂട്ടുന്നു. അവിടെ ബാങ്കിങ് സംവിധാനം, ഷോപ്പ് കീപ്പർ സംവിധാനം, സൂപ്പർ മാർക്കറ്റ്, ഇതെല്ലാം തകരാറിലാവുന്ന അവസ്ഥയുണ്ടാവുന്നു. എത്രമാത്രം ആഴമേറിയതാണ് ഈ പ്രതിസന്ധി? ഡോക്ടർ പി വിനോദ് ഭട്ടതിരിപ്പാട്. ഓക്കെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു തുടങ്ങാം. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഗേറ്റിൽ ഒരു സുരക്ഷാ ഒരു സുരക്ഷാ സെക്യൂരിറ്റിക്കാരനെ നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യുന്നു. എന്തിനാണ് അപ്പോയിൻറ്റ് ചെയ്യണത്? വരുന്ന ആളുകളെ നോക്കിയിട്ട് കുഴപ്പക്കാരല്ല എന്ന് കണ്ടാൽ അകത്തേക്ക് വിടാം, കുഴപ്പക്കാരാണെന്ന് കണ്ടാൽ അവിടെ വച്ചിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യാം. അതിനായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടാവാതിരിക്കാനാണ് നിങ്ങളൊരു സെക്യൂരിറ്റിക്കാരനെ ഗേറ്റിൽ അപ്പോയിൻറ്റ് ചെയ്യണത്. ആ സുരക്ഷാ വീഴ്ചക്കാരൻ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കി ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കിയാലോ? സുരക്ഷാക്കാരൻ തന്നെ സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കിയാലോ? അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നിങ്ങളുടെ വിൻഡോസ് കമ്പ്യൂട്ടറിനെ സുരക്ഷിതമായി നിലനിർത്താൻ മൈക്രോസോഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ് ഫാൽക്കൺ. ഈ ഫാൽക്കൺ ആണ് ഇപ്പോൾ പ്രശ്നക്കാരനായി മാറിയത്. സുരക്ഷയ്ക്ക് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ആപ്പ് ഒരു പ്രശ്നക്കാരനായിട്ടുള്ള ആപ്പായിട്ട് മാറി. എന്തുകൊണ്ട് ഈ പ്രശ്നം വന്നു എന്നുള്ളതാണ്. അത് സാധാരണ നിലയ്ക്ക് നമ്മളുടെയൊക്കെ കമ്പ്യൂട്ടറിൽ ഓട്ടോ അപ്ഡേറ്റ് കൊടുക്കും. അപ്പോൾ വിൻഡോസിന് ഓട്ടോ അപ്ഡേറ്റ് കൊടുക്കും. വിൻഡോസ് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സിന് മാത്രം. ഇത് വിൻഡോസ് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സിന് മാത്രമാണ്. ലിനക്സിന് ഞാൻ ഈ പറയുന്നത് ബാധകമല്ല, ഐഫോണിനൊന്നും ബാധകമല്ല. ഇപ്പോൾ അതൊന്നും പ്രശ്നത്തിലില്ല, അതിലൊന്നും യാതൊരു പ്രശ്നമില്ല. വിൻഡോസിന് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അപ്പോൾ അതിൽ ഈ ഫാൽക്കൺ എന്നുള്ള ഈ ആപ്പ് എന്തിനാണ് ഇൻസ്റ്റാൾ ചെയ്യണത്? വൈറസ് കയറാതിരിക്കാൻ, മാൽവെയർ കയറാതിരിക്കാൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ, ത്രെട്ട് എന്നാണ് ഞങ്ങൾ പറയുക, സൈബർ ത്രെറ്റ്സ് എന്നാണ് ഞങ്ങൾ പറയുക. സൈബർ ത്രെട്ടുകൾ ഉണ്ടാകുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തി പ്രശ്നം ഒഴിവാക്കി ബാക്കിയുള്ള ഡീസൻ്റ് ആയിട്ടുള്ള സിഗ്നൽസിനെയൊക്കെ അകത്തേക്ക് കയറ്റി വിടാനുള്ള ഒരു സംവിധാനമാണ് ഈ ഫാൽക്കൺ. ഈ ഫാൽക്കൺ ഇടയ്ക്കിടെ അപ്ഡേറ്റ് ചെയ്യും. പുതിയതായിട്ടുള്ള ത്രെട്ടുകൾ വരുമ്പോൾ ആ ത്രെട്ടിൻ്റെ ഡെഫിനേഷൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇത് അപ്ഡേറ്റ് ചെയ്യും. നമ്മുടെ സാധാരണ നിരക്കുള്ള വൈറസ് ആൻറ്റി വൈറസ് നിങ്ങളൊക്കെ നമ്മുടെയൊക്കെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൻറ്റി വൈറസ് സിസ്റ്റം ചെയ്യുന്ന ജോലികളൊക്കെ തന്നെ ഇത് ചെയ്യും. പക്ഷേ ഇത് വിൻഡോസിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ്. ക്രൗഡ് സ്ട്രൈക്ക് എന്നുള്ള കമ്പനി ആയിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് വരുന്ന ഒരു വിൻഡോസ് പ്രോഡക്റ്റാണിത്. അപ്പോൾ ആ സാധനം ഇടയ്ക്കിടെ അപ്ഡേറ്റ്സ് ഉണ്ടാവും, പുതിയ പുതിയ ഡെഫിനേഷൻസ് വന്ന അപ്ഡേറ്റ്സ് ഉണ്ടാവും. അങ്ങനെ ഈ ഏറ്റവും അവസാനം വന്ന അപ്ഡേറ്റിൽ ഒരു തകരാറ് കാരണം വിൻഡോസിൻ്റെ ഏറ്റവും അടിത്തറ പോലും ഇളക്കണ തരത്തിൽ, അതായത് വിൻഡോസ് വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടറിനെ മരിപ്പിക്കുന്ന തരത്തിൽ, ഡെഡ് ആവുന്ന തരത്തിൽ എത്തിച്ചു എന്നുള്ളതാണ്. അതിലത്തെ രജിസ്റ്ററിൽ തന്നെ പ്രശ്നം വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രജിസ്റ്ററിലൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ വിൻഡോസിൻ്റെ അടിത്തറ ഇളക്കണ തരത്തിൽ അത് ആവുന്നതിൻ്റെ തൊട്ട് മുമ്പേ ഒരു മരണമൊഴി, അതായത് ഒരു എറർ മെസ്സേജ് അത് സ്ക്രീൻ ഓഫ് ഡെത്ത് പിന്നെ ഡിസ്പ്ലേ ചെയ്യും. അതൊരു നീല സ്ക്രീനിലാണ്. അതെ, നീല സ്ക്രീനിലാണ് അത് ഡിസ്പ്ലേ ആവുക. അതിനെ BSOD എന്ന് പറയും, ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എന്ന് പറയും. അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കമ്പ്യൂട്ടർ ഓൾമോസ്റ്റ് ഡെത്ത് ബെഡിലായി എന്നുള്ളതാണ്. പക്ഷേ അത് ഡെഡ് ആവില്ല, ഒരിക്കലും ഡെഡ് ആവില്ല. ഇതൊരു താൽക്കാലിക പ്രശ്നം മാത്രമാണ്. ആ പ്രശ്നം വിൻഡോസ് അത് പരിഹരിച്ചാൽ, അതായത് മൈക്രോസോഫ്റ്റ് ആ പ്രശ്നം പരിഹരിച്ചാൽ, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ പാർട്ട്ണർ കമ്പനി ആയിട്ടുള്ള ക്രൗഡ് സ്ട്രൈക്ക് അത് പരിഹരിച്ച് ഫാൽക്കണിൻ്റെ പുതിയ അപ്ഡേറ്റ് ഇറങ്ങി, അത് വിൻഡോസ് അപ്ഡേറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞ് ആ അപ്ഡേറ്റ്സ് ലോകം മുഴുവനുള്ള കമ്പ്യൂട്ടറിൽ, അതായത് പ്രശ്നമുള്ള കമ്പ്യൂട്ടർ മാത്രമല്ല ലോകം മുഴുവനുള്ള കമ്പ്യൂട്ടറുകളിൽ അത് അപ്ഡേറ്റഡ് ആയി വരുന്തോറും, ഓരോ കമ്പ്യൂട്ടർ അപ്ഡേറ്റഡ് ആയി വരുന്തോറും ഈ ആ കമ്പ്യൂട്ടറുകളൊക്കെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇതൊരു താൽക്കാലിക പ്രശ്നം മാത്രമാണ്. പക്ഷേ ഈ പ്രശ്നം
ഇപ്പോൾ എന്താ നിങ്ങളുടെ ബോർഡിംഗ് എയർലൈനിൻ്റെ ബോർഡിംഗ് സ്ഥലത്താണ് ഈ പ്രശ്നമുള്ള ലാപ്ടോപ്പ് ഇരിക്കണമെങ്കിൽ ബോർഡിംഗ് വൈകും. അതേപോലെ ഹോസ്പിറ്റലിലാണ് ഈ പ്രശ്നമുള്ളതെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങൾ താളം തെറ്റും. അതേപോലെ തന്നെ ചാനലിലാണ് ഈ കമ്പ്യൂട്ടർ ലൈവ് കാണിക്കാൻ ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ ആകെ 2 സിസ്റ്റം ഒഴികെ ബാക്കി എല്ലാ സിസ്റ്റവും അങ്ങ് പറഞ്ഞതുപോലെ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് ആയി അടിച്ചുപോയി എന്ന് വേണമെങ്കിൽ പറയാം.